കുഴപ്പമില്ല, അതൊരു സൗണ്ട് ഉണ്ടാവും. ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ഒരു മധ്യപ്രദേശിലാണ്. അപ്പൊ മനസ്സിലായില്ലേ എവിടെയാണ്? നമ്മൾ മധ്യപ്രദേശിലാണുള്ളത്. മധ്യപ്രദേശിലെ ഭോപ്പാൽ എയർപോർട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വന്നല്ല, ഒരു വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു വ്ളോഗ് കിട്ടില്ല, ഒരു കണ്ടന്റ് കിട്ടൂല, അതുകൊണ്ട് മാത്രം. ഞങ്ങൾ ഒരുപാട് സ്ഥലം ഒന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല, ആകെ 2 ദിവസം ഉള്ളൂ. ജസ്റ്റ് കുറച്ച് സ്ഥലം വിസിറ്റ് ചെയ്യുന്നു, ആ വ്ളോഗാണിത്. അപ്പൊ ഈ ഭോപ്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് 11th സെഞ്ചുറിയില് രാജാ ഭോജ് എന്ന് പറഞ്ഞൊരു പവർഫുൾ റൂളറാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ആള് ഭോജ്താൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ലേക്ക് ഉണ്ടാക്കി. അങ്ങനെയാണ് ആദ്യം ഭോപ്പാൽ എന്നല്ലായിരുന്നു പേര്, ഭോജ്പാൽ എന്നായിരുന്നു പേര്. അങ്ങനെ ലേറ്റർ അത് ഭോപ്പാൽ എന്നൊരു പേര് വന്നു. പക്ഷെ ഈ ഭോപ്പാലിന് ഒരു റിയൽ ട്വിസ്റ്റ് വരുന്നത് 18th സെഞ്ചുറിയില് ഒരു അഫ്ഗാൻ സോൾജർ ദോസ്റ്റ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു അഫ്ഗാൻ സോൾജറിൽ നിന്നാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആള് മുഗൾ എംപയറിന്റെ ഒരു സോൾജർ ആയിട്ട് വന്നാണ്. പിന്നീട് മുഗൾ എംപയർ വർഷം കഴിഞ്ഞപ്പം കുറച്ച് വീക്കൻ ആയപ്പം ആള് പക്ഷെ തോറ്റിട്ട് ഇവിടുന്ന് തിരിച്ച് അഫ്ഗാനിലോട്ടൊന്നും പോയില്ല. ആൾ ഇവിടെ തന്നെ നിന്ന് കുറച്ച് ലോക്കൽ കിങ്സിന്റെ ഒക്കെ അടുത്ത് കുറച്ച് വാറൊക്കെ ചെയ്യുമ്പം ആൾക്ക് കുറച്ച് സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് ലാൻഡ്സ് ഒക്കെ കിട്ടി. ആളങ്ങനെ കുറച്ച് ബിൽഡ് ചെയ്തു. ആളാണ് ഈ ഒരു മോഡേൺ ഭോപ്പാൽ റിയൽ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു സോൾജർ ആണ്. പിന്നെ ഈ ഒരു ഭോപ്പാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിമൻ റൂളേഴ്സ് ഉണ്ടായിരുന്നു. 18th സെഞ്ചുറീസിൽ ഒരുപാട് വിമൻ റൂളേഴ്സ് ഇവിടെ ഭരിച്ചിരുന്നു. ബേഗം ഷാജഹാൻ, ബേഗം കുത്സിയ, അങ്ങനെ കുറെ റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവരാണ് ഇവിടെ വിമൻ എഡ്യൂക്കേഷൻ, വിമൻ എംപവർമെന്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ തുടങ്ങുന്നത് അവരാണ്. പിന്നെ നമ്മൾ ഭോപ്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭോപ്പാൽ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പം 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും ഭോപ്പാല് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായത് 1949 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇതാണ് ഭോപ്പാലിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾ വ്ളോഗ് അവസാനം വരെ കാണുക. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഞാൻ വ്ളോഗിൽ പറയാം. ഞങ്ങൾ വിസിറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പൊ വീഡിയോ കാണാം. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഭോപ്പാലിലുള്ള താജ് അൽ മസ്ജിദ് എന്ന ഒരു മോസ്കിലാണ്. അപ്പൊ ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ഇത് പണി തീർക്കുന്നത് 80s അതും പണി തീർത്തത് ഒരു സ്ത്രീയും. പണിതയാള് നമ്മുടെ ഭോപ്പാലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളറായ ബേഗം ഷാജഹാൻ ആയിരുന്നു. നമ്മുടെ താജ്മഹലിലുള്ള ഷാജഹാൻ അല്ല, ഇത് വേറെ ഷാജഹാൻ. അപ്പൊ ആളാണ് ഈ മോസ്ക് പണിത്. ആളുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു ഏറ്റവും വലിയൊരു മോസ്ക് പണിയുക എന്നത്. പക്ഷെ 80s ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിന്റെ പണി തീർന്നത് 90s ഏകദേശം 100 വർഷം എടുത്തു ഈ മോസ്ക് പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെ മൊത്തം ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു മോസ്ക് ആണ് ഇത്. ഷാജഹാൻ ഇത് പണിയാൻ തുടങ്ങിയപ്പം ഒരുപാട് പൊളിറ്റിക്കൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അന്ന് ആ പണി ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ ബ്രിട്ടീഷ് റൂളൊക്കെ കാരണം നിർത്തിവെച്ച് പിന്നെ 90s ഇവിടുത്തെ ഉള്ള ലോക്കൽ മുസ്ലിംസ് ഒക്കെ ചേർന്നാണ് ഈ പണിത് തീർത്തേന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് പണിതേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വൈറ്റ് മാർബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡൽഹി, ആഗ്ര, ലാഹോർ അവിടുത്തെ ഒക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് പണിത്. അവരോട് പറഞ്ഞു ഈ സിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവിടെ പണിയണമെന്ന്. അങ്ങനെ അവർക്കൊരു സർട്ടൻ ബ്ലൂ പ്രിന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ മെമ്മറി, അവരുടെ ഫെയ്ത്ത്, അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് പണിതത്. മസ്ജിദ് മോഞ്ചിപ്പോയി, അത് അടച്ചിട്ടേക്കുമായിരുന്നു. നമുക്കറിയില്ലായിരുന്നു അത് അടച്ചിട്ടിട്ടുള്ള കാര്യം. ഇടിപ്പാണെങ്കിൽ കൊടുക്കുന്ന മഴ, ഞങ്ങൾക്ക് നല്ല ഐശ്വര്യം. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പൊ റൂമിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ യാത്ര ഇവിടെ തീർക്കണം. നല്ല മഴയായിരുന്നു, ഞങ്ങളുടെ അടുത്ത് കുടയും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പോ ലേക്കിൽ പോകണമെന്നുണ്ടായിരുന്നു. ആ പ്ലാൻ നമ്മൾ മോശിപ്പോയി. ഇനിയിപ്പൊ നാളെ വല്ലതും ഇറങ്ങാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഈ ഒരു എന്തായിരുന്നു, ആലു പൊറാട്ടയും പിന്നെ ദഹി. ആലു പൊറാട്ട, തൈര് ആൻഡ് വി ഹാവ് സം അച്ചാർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. അവർ ഫസ്റ്റ് ബൈറ്റ് സൈമൺ എടുത്തു. എങ്ങനെയുണ്ട്? ഓക്കെ, ഗുഡ്. നമ്മൾ സൊമാറ്റോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, നല്ലതാണ്.
നമ്മളിപ്പോ പുറത്തു പോവാണ്, ലേക്ക് പോയിന്റിലേക്കാണ് പോണത്. നമ്മളെല്ലാരും ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഊബർ പോയി, നമ്മൾ രണ്ടാമത്തെ ഊബറുകാരാണ്. നമുക്ക് അവിടെ പോയിട്ട് അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, വി റീച്ച്ഡ് ലേക്ക് വ്യൂ പോയിന്റ്. നമ്മളിപ്പോ ഉള്ളത് റിവർ ലേക്ക് വ്യൂ പോയിന്റിലാണ് ഭോപ്പാലില്. ഇത് കാണാൻ നല്ലൊരു നല്ലൊരു സ്ഥലം, നല്ല കുറച്ച് കാമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഭയങ്കര ആൾക്കാരുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ്. സൂപ്പർ. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് ഹൈറ്റും വെള്ളവും. റിവിറ്റിയാണ്, ആ ഹൈറ്റും വെള്ളവും പേടിയുള്ള ആളാണ്. ഇന്ന് ബോട്ടിംഗ് ചെയ്യാൻ പോകുന്നത്, എന്താവും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ കണ്ടിട്ട് ബോട്ടിംഗ് ചെയ്യാണ്ട് പോകുന്നത് അത് വലിയൊരു മിസ്റ്റേക്കാ, വളരെ വലിയൊരു അടുത്ത ദ്വീപിലേക്ക് പോകാൻ പോകുന്നത്. ഞാൻ കാണിച്ചുതരാം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഓവറോൾ നല്ല ലുക്ക്. ഈ ഭോപ്പാലിന് സിറ്റി ഓഫ് ലേക്സ് എന്ന് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്നത്. ഇവിടെ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ബോട്ടിംഗ് ചെയ്യണം. റെബിറ്റി, ആർ യു റെഡി? ആര്യ, ആർ യു റെഡി? അടുത്തത്, പേടിയുണ്ടോ ഗൈസ്? പേടിയുണ്ടോ? പട്ടിനെ കണ്ട് പേടിച്ചിട്ട്, വെള്ളം കണ്ട പേടിയില്ല? പേടിയുണ്ട്. ആര്യക്ക് പേടിയുണ്ട്. പേടിയില്ല. നീന്താൻ അറിയോ? മുങ്ങിപ്പോവോ? പേടിയുണ്ടോ? പേടിയുണ്ടോ? ധൈര്യമുണ്ടോ? എല്ലാരും ബോട്ടിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോവാണ്. യെസ് യെസ്. അടുത്തൊരു അരുന്ധതി, ഗണേഷ്. പൊട്ടിയതാണല്ലോ എന്റെ എല്ലാം, എനിക്ക് കിട്ടുന്ന പൊട്ടിയതാണല്ലോ. ചേട്ടാ, വെരി അഫ്രൈഡ്? ദെൻ വിഡ്രോ. ഇവിടെ വരെ വന്നിട്ട് എടി അതിനാരെങ്കിലും പിടിച്ചോണ്ട് പോ. എടി എന്തുവാടി, എന്നിട്ടാണ് നിങ്ങള് പോകുന്നത്? ചവിട്ടരുത് പറഞ്ഞതിന് ഞാൻ ചാടി വന്നോ? നമ്മൾ പോവാണ് ഗയ്സ്. എക്സൈറ്റഡ് അല്ലേ? യെസ്, ഐ ആം എക്സൈറ്റഡ്. ചേട്ടൻ വണ്ടി എടുത്തു. ചേട്ടനാണ് വണ്ടി ഓടിക്കണേ. നമ്മളിത് ആ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പോകും. സൂപ്പർ എക്സൈറ്റിംഗ് ആണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഇത് ബോട്ടിംഗ് ചെയ്യണം. പക്ഷെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാ പെഡലിംഗ് ആയിരിക്കും. പെഡലിംഗ് തന്നെയല്ലേ പറയാ? ആ സാധനം ആയിരിക്കും. കാരണം ഇത് നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, അവര് തന്നെ കൊണ്ടുപോകും. അപ്പൊ ഒരു രസമില്ല, നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ. അപ്പൊ പെഡലിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും തോന്നുന്നു. എത്തി, പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ കണ്ടിട്ട് അത്ര ഗുമ്മില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു മസ്ജിദാണ് ഉള്ളത്. നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. യെസ്, അത്ര ബ്യൂട്ടിഫുൾ എന്ന് പറയാനൊന്നുമില്ല, നോർമൽ മസ്ജിദ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ടാക്യ ടാബു എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാ. ഇത് രാജാ ഭോജ് പണിത ഒരു റിവർ ആണ്. ഇതിന് അപ്പർ ലേക്ക് എന്നും പറയും, അങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ട്. ഭോജ് താൽ എന്നും പറയും. അപ്പൊ ഇവിടെ പണ്ടത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ഇവിടെ പണ്ടൊരു സൂഫി സെയിന്റ് വന്നിട്ട് സന്യസിക്കാനിരുന്നു. അങ്ങനെ ഇവിടെ ആളൊരു ഐലൻഡ് പണിതു. അപ്പൊ ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് 100% നിറവേറും എന്നാണ് പറയപ്പെടുന്നത്. കറക്റ്റ് ആണോ നമുക്കറിയില്ല. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഷോളാണ് ഗൈസ്. നമ്മൾ മൂഞ്ചി ഗൈസ്. നമ്മളെ പറ്റിച്ചു ഗൈസ്. നമ്മൾ ഇവിടെ വന്ന് മൂഞ്ചിപ്പോയി. നമ്മൾ വിചാരിച്ചു നമ്മൾ വന്നപ്പോ തന്നെ അവർ നമുക്കൊരു ഒരു ഷോളും ഒരു കൊട്ടയും തന്നു, കുറച്ച് പൂക്കളും തന്നു. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് എന്ത് ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറി. ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞാൽ 150 രൂപ വെച്ച് ഒരാൾ തരണമെന്ന്. 150 രൂപ വെച്ചിട്ട് ഒരാൾ തരണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരാൾക്ക് 52 രൂപ ഗൈസ് പോയി. അങ്ങനെ നമ്മൾ വീണ്ടും മൂഞ്ചൽ നമ്മുടെ ലൈഫിലെ ഒരു വലിയൊരു ഘടകമായതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ന് രാവിലെ തൊട്ട് മൂഞ്ചല. സൈമന്റെ മുഖമാണ് ഞാൻ ഇന്ന് കണിയുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നത്. മൊത്തത്തിൽ മൂഞ്ചലായിപ്പോയി. 52 രൂപ പോയി. പാനിപ്പൂരി കഴിക്കാനുള്ള കാശും ഇല്ല. ഇനി ഇപ്പൊ വിശന്ന് വലിഞ്ഞ് വീട്ടിൽ ചെല്ലേണ്ടി വരും. വന്ന സന്തോഷമില്ലല്ലോ. അപ്പൊ ഈ ലേക്കിൽ നിന്നാണ് നമ്മുടെ മുഴുവൻ ഭോപ്പാലിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. നമ്മുടെ ഭോപ്പാലിന് സിറ്റി ഓഫ് ലേക്സ് എന്ന ആ ഒരു ടാഗ് കിട്ടുന്ന ഈ ഒരു ലേക്കാണ്. കാരണം ഇത് ഒരുപാടുണ്ട്.
നല്ല വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ്. വി റീച്ച് ദ പ്ലേസ്. നമ്മൾ സ്ഥലത്തെത്തി. നമ്മുടെ ടൈം കഴിഞ്ഞു പോയി. വാസ് നോട്ട് ദാറ്റ് ഓക്കെ ഗൈസ്. അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു സുഖം വലിയൊരു ഓളം നമുക്ക് തോന്നിയിട്ടില്ല. 52 പോയ പൊട്ടുമില്ല. നമ്മുടെ പൈസയും പോയി, ഓളവും ഇല്ല, കാശും പോയി. 52 രൂപ ഗൈസ്. നമ്മളെല്ലാം തിരിച്ചു കൊടുത്ത് നമ്മൾ അടുത്ത ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഓൾഡ് ഭോപ്പാൽ. ഓക്കെ ഓക്കെ, നമുക്കപ്പം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഗൈസ്. എന്നാണ് നമ്മൾ പാനിപ്പൂരി മേടിക്കാൻ പോകുന്നത്. എത്രയും ചോദിച്ചു നോക്കാം. എക്സൈറ്റഡ്? പാനിപ്പൂരി നമ്മളിപ്പം കഴിക്കുന്നതല്ലേ, ഒന്നും കഴിക്കണ്ട. കഴിക്കണം. ഈ ചേട്ടനാണ് നമുക്ക് പാനിപ്പൂരി തന്നത്. ഇതൊന്നും എന്റെ വായി വെച്ച് തരുമോ? ഞാൻ കഴിക്കും. സൂപ്പർ. ഇതെന്തൊരു സാധനമാണ് നമുക്കറിയത്തില്ല. അവരെന്തോ ഒരു പേര് ഇതിന് പറഞ്ഞു. പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. പുളിയുടെ കുരുവൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ദിയമോൾ? സൂപ്പർ. ഗോ ടു ഈറ്റ് സം മൊമോസ്. മൊമോസ് എത്രയാന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ വെജ് മാത്രമേ കിട്ടാനുള്ളൂ, അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല. ഗൈസ്, നമ്മൾ ബേൽപൂരി ടേസ്റ്റ് ചെയ്യാണ്. അത്ര ടേസ്റ്റ് ഇല്ല. നമ്മളിപ്പോ ഒരു പിസ്സ ഹട്ടിൽ കയറി. പിസ്സ ഹട്ട് ഒന്നല്ല, ഒരു ചെറിയൊരു റോഡ് സൈഡിലുള്ള പിസ്സ സെറ്റപ്പ്. ഏത് പിസ്സ കഴിക്കാൻ? മാർഗരീറ്റ പിസ്സയോ അങ്ങനെ എന്താണ് പേര്, നമുക്ക് പ്രൊനൗൺസിയേഷൻ. നമ്മൾ ആ ചേട്ടനെ തൊട്ട് കാണിച്ചിട്ടാണ് പിസ്സ കഴിക്കാൻ പോണേ. എന്താവും അറിയില്ല. ഞങ്ങൾക്ക് പേരറിയില്ല, അപ്പൊ ഞങ്ങൾ ആ മെനു കാർഡിൽ തൊട്ട് കാണിച്ചിട്ട്. ഇവിടെ ഇരിക്കാൻ പാട്ടൊക്കെ ഉണ്ട്. ബാക്കി ലിറിക്സ് അറിയത്തില്ല. ആ ഒരു വൈബൊക്കെ തോന്നുന്നു ഗായ്സ്. നല്ല രസമുണ്ട് നൈറ്റിൽ ഇങ്ങനെ വന്നിരിക്കാൻ. ഇനി പിസ്സ വരുമ്പോ നമ്മൾ അടുത്ത ഇന്നത്തെ 4ാമത്തെ മൂഞ്ചലിലോട്ട് പോകും. നമുക്ക് വെയിറ്റ് ആൻഡ് സി. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. 80 രൂപയുടെ പിസ്സ ആട്ടെ, എന്താണെന്ന് അറിയില്ല. സൈമൺ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കാരണം സൈമണ് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. സൈമണിന്റെ കൂടെ ഞാൻ കൂട്ടിന് വെറുതെ വന്നതാണ്. നമ്മുടെ എന്ത് പിസ്സയാ സൈമൺ? മാർഗ്രറ്റ് പിസ്സ എത്തി. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, എടുക്ക്. ഞാൻ എടുത്തോ. ഓക്കെ, അതിന്റെ മുകളിലൊന്നുമില്ല, ആകെ ചുമ്മാ കഴിച്ചോ. അതാണ് 80 രൂപ. ഹൗസ് ഇറ്റ് എന്റെ കുഴപ്പമില്ല, നാളെ വെജാ. പക്ഷെ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ചുമ്മാ ഒരു ബേസില് അവര് പോയിട്ട് കുറച്ച് സോസും കുറച്ച് മസാല ചീസും കൂടി വാരി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനകത്ത്. ഒരു സാധനം ഇട്ടിട്ടുണ്ട്. സൈമൺ വീണ്ടും പറ്റിക്കപ്പെട്ടു ഗൈസ്. സൈമ എത്ര രൂപ? സൈമ ചെറിയ ഗ്ലാസിന് 30 രൂപയാണ് ഗൈസ്. എന്നാലും വേണോന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുടിക്കും അല്ലേ? എന്താണത്? സൈമൺ പറ്റിക്കപ്പെട്ടു ഗൈസ്. സൈമൺ വീണ്ടും പറ്റിക്കപ്പെട്ടു ഗൈസ്. സൈമണിന്റെ ഇന്നത്തെ 3ാമത്തെ പറ്റിയില് 15 രൂപയുടെ സാധനം 30 രൂപ. സൈമണിന്റെ ഇന്നത്തെ പോലും ഇല്ലത്. ആകെ വെറും 2 ടേസ്റ്റും ഇല്ല അതിന്. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു വെച്ച്. സൈമണിന്റെ ഇന്നത്തെ 3ാമത്തെ പറ്റിക്കപ്പെടലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ വിചാരിച്ചു ഇനി ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാന്ന്. ഇരുട്ടായോണ്ടാണ് വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് നല്ല ഒരു വൈബാണ് ഗൈസ് ഇവിടെ. ലൈക്ക് ഈ രാത്രിക്ക് ലൈറ്റൊക്കെ വന്ന് ബോട്ടൊക്കെ കിടന്ന് നല്ല നല്ല തണുത്ത ഒരു ക്ലൈമറ്റ്. നല്ല കാം ആൻഡ് ക്വയറ്റ്. വാരണാസി പോയിട്ടുണ്ടോ? ഇൻസ്റ്റയിലെ വാരണാസിയുടെ ഒരു വൈബ് ഉണ്ടെന്നാണ് റിബിറ്റ് പറയണേ. ആ ചെറിയൊരു വാരണാസി വൈബൊക്കെ ഉണ്ട്. നല്ല കാറ്റ്. ഇവിടെ നല്ല കാറ്റാണ്. നമുക്ക് നല്ല ഒരു പീസ്ഫുൾ കാം മൈൻഡാണ്. നല്ല സൂപ്പറായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ചില്ലടിക്കുക. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈവനിങ് ടൈം വരണം അല്ലേ? ഇവിടെ വരണം. ഞങ്ങള് വന്നതിൽ ഇത്തിരി കൂടി അതിനാകെ 2 സ്ഥലത്ത് പോയിട്ടുള്ളൂ. അതിൽ വെച്ച് നോക്കിയാൽ ഇത് നല്ല സ്ഥലമായിരുന്നു. പിന്നെ ഓവറോൾ മധ്യപ്രദേശ് നമുക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം ഭയങ്കര ഡേർട്ടി ആയിരുന്നു. ഒത്ര ക്ലീൻ ഇല്ല, ഭയങ്കര അതും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നല്ല പക്ക
പക്ക ക്ലീൻ ആണ്. ലൈക്ക് വേസ്റ്റ് ഒക്കെ നല്ല കൃത്യമായിട്ട് ഇടുന്നുണ്ട്. പാനിപ്പൂരി കഴിക്കുമ്പോണ്ടല്ലോ ശ്രദ്ധിച്ച് കഴിക്കണം. പാനിപ്പൂരി ഒരു ചേട്ടൻ്റെ ഭയങ്കര അലമ്പായിരുന്നു, പക്ഷെ ഒരാളോ നല്ല സൂപ്പർ സാധനമായിരുന്നു. അപ്പൊ പാനിപ്പൂരി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ പണി കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അടുത്ത് മേടിക്കാം. ഓക്കെ, റെബിറ്റി പണിക്ക് നിക്കോ? റെബിറ്റി പണിക്ക് നിക്കോ? നമുക്ക് ഇവിടെ കൂടെ വരുന്നുണ്ടോ ഇനി അങ്ങോട്ട്? ഇഷ്ടാവുന്നില്ല? ഇതെന്തിനാ പണിയെടുക്കുന്നേ? നല്ല മടുത്തു. കുറേ റോങ്ങി കുറേ സാധനം കഴിച്ചു. കഴിച്ചു, അതുകൊണ്ട് വയറ് കുഞ്ഞു കാര്യം. കുറേ ഐറ്റംസ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നാളെ വയറ് ഫ്ലൈറ്റിലായാലും നല്ല എയർപോർട്ടിൽ നല്ല ബാഗ് കുഴപ്പമില്ല. ഗെയിം കളിക്കാം. നമ്മൾ ഗെയിം സോണിലോട്ട് കയറുവാണ്. എത്ര രൂപയാണെന്ന് അറിയില്ല, ചുമ്മാ പോയി നോക്കാം. ഓക്കെ, സൈമണ്ട് അതിഗംഭീരമായ ഷാജി ഫസ്റ്റ്, സൈമൺ തോറ്റു. നമ്മുടെ ബൈക്ക് റേസിൽ ഞാൻ സൈമണെ തോപ്പിച്ചു. ഞാൻ ഫസ്റ്റ്, സൈമൺ സെക്കൻഡ്. സൈമണ് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ഞാൻ സൈമണെ അതിസാഹസികമായി തോപ്പിച്ചിരിക്കുന്നു ഗൈസ്. ഇങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ലേക്ക് വ്യൂ, ബോച്ച് താൽ, ആ റിവർ, പിന്നെ ആ ഒരു ഫുഡൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്ത് നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമുണ്ടായില്ല. ലൈക്ക് ആ ഒരു ഏരിയ നല്ല ക്ലീൻ ആയിരുന്നു. ബാക്കി സ്ഥലമൊക്കെ വെച്ചൊക്കെ നല്ല ക്ലീൻ, നല്ല നീറ്റ് ആൻഡ് ടൈഡി, പീസ് ആൻഡ് കോസി ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഫുഡൊക്കെ പാനിപ്പൂരി ഞങ്ങൾ ചിലതൊക്കെ കഴിച്ചത് നല്ലതായിരുന്നു, ചില കടയിലൊക്കെ അത്ര രസം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെ കഴിച്ചാൽ മതി. പിന്നെ ഒരുപാട് ലൈക്ക് കുറച്ച് തട്ടിപ്പ് പോലെയൊക്കെ തോന്നി ചിലതൊക്കെ. ഭയങ്കര നമ്മുടെ ഞങ്ങൾ ആ ഐലൻഡിൽ പോയപ്പം അവിടെ അവരാദ്യം ഞങ്ങളോട് ഇത് ഫ്രീ എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പൈസ ചോദിച്ചു. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ ഓവറോൾ ആ ഒരു ഏരിയ ഇഷ്ടമായി. കാരണം ബാക്കിയുള്ള സ്ഥലം വെച്ച് നോക്കി എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ നല്ല ടയേർഡായി, കാരണം ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് കൂടി പോയി. നേരെ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. അത് തിരിച്ച് റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ കോലം. ഇനി ഇതൊക്കെ അടുക്കി പെറക്കണം. നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് ഇറങ്ങണം ഇവിടുന്ന്. അപ്പം ഇത് ഫുൾ ഇനി ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് കാണാം. റൂമൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കി. പക്ഷെ അത്ര എളുപ്പമല്ലായിരുന്നു ഇങ്ങനെ ക്യാമറ മൂടി കാണിക്കുന്ന പോലെ. നമ്മൾ നല്ല പണിയെടുത്ത്. സൈമൺ അന്നത്തേക്കും കിടപ്പിലായി മടുത്തിട്ട്. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ റൂമും വൃത്തിയാക്കി, ഞാനും ഫ്രഷായി. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ പോകും. നമുക്ക് അധിക സ്ഥലത്തൊന്നും കറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കണ്ണിലെന്തോ പറ്റി ഗൈസ്. ഇവിടെ വന്നിട്ട് ഫുൾ മൂഞ്ചലായിപ്പോയി. എൻ്റെ എന്തോ കടിച്ചാന്ന് തോന്നുന്നു, എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ 4-5 പ്രാവശ്യമൊക്കെ മൂഞ്ചിയിട്ടുണ്ട്. കണ്ണിലെ കുരുവൊക്കെ വന്ന് വേദനയുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Till then, bye.